ഹലോ, ഇന്ന് റിലീസായി 30 വർഷം പൂർത്തിയാക്കുന്ന ത്രിമൂർത്തി എന്ന ഹിന്ദി സിനിമയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. സുഭാഷ് ഘായ് നിർമ്മിച്ച് മുകുൽ ആനന്ദ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഷാറുഖ് ഖാൻ, ജാക്കി ഷ്രോഫ്, അനിൽ കപൂർ ആയിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത്. ഈ സിനിമ പ്രൊഡക്ഷൻ സമയത്ത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ആദ്യം ജാക്കി ഷ്രോഫ്, സഞ്ജയ് ദത്ത്, ഷാറുഖ് ഖാനെ വെച്ചായിരുന്നു ഈ പടം ചെയ്യാനിരുന്നത്. സഞ്ജയ് ദത്ത് കുറേ ഭാഗങ്ങൾ ഷൂട്ടും ചെയ്തിരുന്നു. എന്നാൽ ഷൂട്ടിങ്ങിൻ്റെ അവസാന ഘട്ടത്തിലേക്കെത്തിയപ്പോൾ സഞ്ജയ് ദത്തിന് വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഷൂട്ട് മുടങ്ങാതിരിക്കാൻ വേണ്ടി അനിൽ കപൂറിനെ വെച്ച് ഇവർ മൊത്തം റീഷൂട്ട് ചെയ്തു. അത് കാരണം ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഒരു വർഷത്തേക്ക് ഡിലേ ആയി. ഇവർ നേരിട്ടിരുന്ന മറ്റൊരു പ്രശ്നം 95-ൽ തന്നെ കരൺ അർജുൻ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയുടെ വൻ വിജയത്തോടുകൂടി ഷാറുഖ് ഖാൻ സൂപ്പർ താര പദവിയിലെത്തി. കരൺ അർജുനിൽ ആക്ഷൻ ഹീറോയും DDLJയിൽ ചോക്ലേറ്റ് ഹീറോയും ഷാറുഖ് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ ത്രിമൂർത്തിയിൽ ഷാറുഖ് അവതരിപ്പിച്ചത് ഒരു അയ്യോ പാവം ക്യാരക്ടറാണ്. അത് ഷാറുഖ് ഫാൻസിനെ വളരെയധികം നിരാശപ്പെടുത്തി. മോഹൻ അഗാസയായിരുന്നു ഇതിൽ മെയിൻ വില്ലനായിട്ട് അഭിനയിച്ചത്. സത്യം പറഞ്ഞാൽ ഇങ്ങയുടെ പ്രകടനം വൻ ബോറായിരുന്നു. ആദ്യ ദിനം റെക്കോർഡ് ഓപ്പണിംഗ് ഇടുകയും 1 കോടി നെറ്റ് കളക്ഷൻ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയായിരുന്നു ത്രിമൂർത്തി. പക്ഷേ ക്ലീഷേ കഥ, കെട്ടുറപ്പില്ലാത്ത സ്ക്രിപ്റ്റ്, അനിൽ കപൂർ ഒഴികെയുള്ള എല്ലാവരുടെയും മോശം പ്രകടനം, പ്ലസ് നല്ലൊരു ആക്ഷൻ രംഗങ്ങളുടെ അഭാവമില്ലാത്തതുകൊണ്ട് ഈ സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി. ഈ സിനിമയുടെ സെറ്റിൽ വെച്ച് നടി ഗൗതമി ഷാറുഖിനോട് മലയാള സിനിമയെക്കുറിച്ചും അതിൻ്റെ വർക്കിംഗ് സ്റ്റൈലിനെക്കുറിച്ച് വാതൊഴാതെ പുകഴ്ത്തി പറഞ്ഞ കാര്യം ഷാറുഖ് റേസിൻ്റെ കേരള പ്രൊമോഷൻ സമയത്ത് പറഞ്ഞിരുന്നു. മുകുൽ ആനന്ദിൻ്റെ റിലീസായ അവസാന ചിത്രമായിരുന്നു ത്രിമൂർത്തി. ഈ സിനിമയുടെ പരാജയത്തിൽ നിന്ന് ശക്തമായി തിരിച്ചു വരാൻ തൻ്റെ ഡ്രീം പ്രോജക്റ്റായ ദസ് എന്ന സിനിമയിലൂടെ മുകുൽ ആനന്ദ് തയ്യാറെടുപ്പ് നടത്തി. നിർഭാഗ്യവശാൽ 97-ൽ 40% ചിത്രീകരണം പൂർത്തിയായിരിക്കെ ഹൃദയാഘാതം വന്ന് മുകുൽ ആനന്ദ് ഈ ലോകത്തോട് വിടവാങ്ങി.